അരീക്കോട് ഐ ടിയിലെ ഫിറ്റർ ട്രേഡിലെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റ് ഫെമിലിയർ വിത്ത് ദി വർക്കിംഗ് ഓഫ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സിസ്റ്റം ഇൻക്ലൂഡിംഗ് സ്റ്റോർ പ്രൊസീജിയർ. എൻ്റെ പേര് രാധാകൃഷ്ണൻ, അരീക്കോട് ഫിറ്റർ ട്രേഡിലെ സീനിയർ ഇൻസ്ട്രക്ടറാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. Familiarize with the working of ITI. The industrial training institutes throughout India follow the same syllabus pattern given by the National Council for Vocational Training. ഇന്ത്യയിലുള്ള എല്ലാ ITIകളും NCVT നൽകുന്ന സിലബസ് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. NCVT എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ്. അവർ നൽകുന്ന സർട്ടിഫിക്കറ്റാണ് ITI പാസ്സായവർക്ക് കിട്ടുന്നത്. In India, there are about 13,350 government ITI and private ITIs based on the Government of India, Ministry of Skill Development and Entrepreneurship, MSD. ഇന്ത്യയിൽ ഗവൺമെൻറ് ITIയിൽ പ്രവർത്തിക്കുന്നത് മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻ്റർപ്രണർഷിപ്പിൻ്റെ കീഴിലാണ്. ഷോർട്ടാണ് MSD. ഇന്ത്യയിൽ ഏകദേശം 13,350ഓളം ഗവൺമെൻറ് ITIകളും ധാരാളം പ്രൈവറ്റ് ITIകളും പ്രവർത്തിക്കുന്നുണ്ട്. ദ ഗവൺമെൻറ് ITIs ഇൻ ഈച്ച് സ്റ്റേറ്റ് വർക്ക് അണ്ടർ ദ ഡയറക്ടറേറ്റ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് വിച്ച് ഈസ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അണ്ടർ ലേബർ മിനിസ്ട്രി. ഓരോ സംസ്ഥാനത്തും ഗവൺമെൻറ് ITIയിൽ വർക്ക് ചെയ്യുന്നത് അതത് സംസ്ഥാനത്തിന് കീഴിലുള്ള ലേബർ മിനിസ്ട്രി, തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള ഡയറക്ടറേറ്റ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് എന്ന വകുപ്പിന് കീഴിലാണ്. കേരളത്തിൽ ഇതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. നെക്സ്റ്റ്, ഫെമിലറൈസ് വിത്ത് വർക്കിംഗ് ഓഫ് ITI ഓപ്പറേറ്റിംഗ് അണ്ടർ ദ ജനറൽ ഗൈഡൻസ് ഓഫ് ദി ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ എംപ്ലോയ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ്, മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ്, യൂണിയൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എക്സെട്ര. ഇന്ത്യയിൽ ITIയിൽ പ്രവർത്തിക്കുന്നത് ഡയറക്ടറേറ്റ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് DGET, അതേപോലെ തൊഴിൽ മന്ത്രാലയം, യൂണിയൻ ഗവൺമെൻറ് എന്നിവയ്ക്ക് ഉള്ള നിർദ്ദേശങ്ങൾക്ക് ആനുപാതികമാണ് പ്രവർത്തിക്കുന്നത്. Nowadays, people are becoming more aware about the scope of technical education. ഇന്നത്തെ കാലത്ത് എല്ലാ ജനങ്ങളും സാങ്കേതിക വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകതയെപ്പറ്റി ശരിക്കും ബോധവാന്മാരാണ്. The course of ITI is designed in a way to impart basic skill to particular trade. നമ്മൾ ITIകളിലെ കോഴ്സുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓരോ രംഗത്തും വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ട്രേഡുകളാണ് നമ്മൾക്ക് വിഭാവനം ചെയ്തിട്ടുള്ളത്. അടുത്തത്, സ്റ്റാഫ് സ്ട്രക്ചർ ഓഫ് ITI. നമ്മൾ ITIയിലെ സ്റ്റാഫ് സ്ട്രക്ചറിനെ പറ്റിയാണ് പഠിക്കുന്നത്. നമ്മുടെ ITIയിലെ മേധാവി അഥവാ പ്രിൻസിപ്പാളാണ്. ദ ഹെഡ് ഓഫ് ദി ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈസ് പ്രിൻസിപ്പാൾ, അണ്ടർ ഹും ദർ ആർ 1 വൈസ് പ്രിൻസിപ്പാൾ, ഗ്രൂപ്പ് ഇൻസ്ട്രക്ടേഴ്സ്, ഓഫീസ് സ്റ്റാഫ്, വർക്ക്ഷോപ്പ് അറ്റൻഡേഴ്സ് ആൻഡ് സോ ഓൺ. ഈ പ്രിൻസിപ്പാളിന് കീഴിൽ വൈസ് പ്രിൻസിപ്പാൾ, ഓഫീസ് സൂപ്രണ്ട്, ഗ്രൂപ്പ് ഇൻസ്ട്രക്ടേഴ്സ് ഇവരൊക്കെ വർക്ക് ചെയ്യുന്നു. നെക്സ്റ്റ്, സ്റ്റോർ പ്രൊസീജിയേഴ്സ്. ഇൻ എവറി ITI ദർ ഇസ് എ സ്റ്റോർ ആൻഡ് ദി ഇൻ ചാർജ് ഓഫ് ദി സ്റ്റോർ കീപ്പർ for inward and outward movement of the tools, equipments and consumables. In every ITI, there is a store and a storekeeper. ഓരോ ITIയിലും ഒരു സ്റ്റോറും ആ സ്റ്റോറിൽ നിന്നുണ്ടാവും ഒരു സ്റ്റോർ കീപ്പർ ഉണ്ടാവും. ഈ സ്റ്റോർ കീപ്പറിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ സ്റ്റോറിലേക്ക് ITIക്ക് ആവശ്യമായ ഉപകരണങ്ങൾ സംഭരിക്കുകയും അത് ആവശ്യമായ സെക്ഷനിലേക്ക് വിതരണം ചെയ്യുകയാണ് ഒരു സ്റ്റോർ കീപ്പറുടെ ചുമതല. The instructor will indent the training requirement on receiving from stores. ഇൻസ്ട്രക്ടർമാർ ആവശ്യമായ ഉപകരണങ്ങൾക്ക് സ്റ്റോറിലേക്ക് ഇൻഡന്റ് നൽകുകയും അത് അവിടെ നിന്ന് സ്വീകരിക്കുകയും ചെയ്യുന്നു. The instructor will issue the training materials to the trainees according to the graded exercises as per syllabus. ഓരോ ട്രെയിനിങ് സിലബസ് അനുസരിച്ച് ട്രെയിനിങ്ങൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ ഇൻസ്ട്രക്ടർ അതത് ട്രെയിനിങ്ങൾക്ക് വിതരണം ചെയ്യുന്നു.
നെക്സ്റ്റ് ഓർഗനൈസേഷണൽ ചാർട്ട് ഓഫ് ഐ ടി ഐ. ഒരു ഐ ടി ഐന് പ്രവർത്തിക്കുന്ന ഒരു ചാർട്ടാണ് താഴെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് പ്രിൻസിപ്പാളാണ്. ഇപ്പോൾ ചില സ്ഥാപനങ്ങൾ അതിന് സൂപ്രണ്ട് എന്ന് പറയുന്നു. അതിൻ്റെ താഴെ വൈസ് പ്രിൻസിപ്പാൾ ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരു പ്ലേസ്മെൻറ്റ് ഓഫീസർ, നമുക്ക് ആ കോഴ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് ആവശ്യമായ പ്ലേസ്മെൻറ്റ്, ജോലി ലഭിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾ പ്ലേസ്മെൻറ്റ് ഓഫീസർ ചെയ്യും. അതിനുശേഷം വൈസ് പ്രിൻസിപ്പാളുടെ കീഴിൽ ടെക്നിക്കൽ വിഭാഗത്തിൽ ഗ്രൂപ്പ് ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട്, ഗ്രൂപ്പ് ഇൻസ്ട്രക്ടർമാരുണ്ട്. അതിൻ്റെ താഴെ വൊക്കേഷണൽ ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട്. അതുപോലെ ACD ഇൻസ്ട്രക്ടേഴ്സ്, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, കാൽക്കുലേഷൻ സയൻസ് എടുക്കുന്ന ഇൻസ്ട്രക്ടേഴ്സ്, അതേപോലെ എംപ്ലോയിബിലിറ്റി ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട്. അതുപോലെ വർക്ക്ഷോപ്പ് അറ്റൻഡേഴ്സൊക്കെ സാങ്കേതിക വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നു. അതുപോലെ ഓഫീസിലാണെങ്കിൽ ഒരു ഓഫീസ് സൂപ്രണ്ട്, സീനിയർ സൂപ്രണ്ട് എന്ന് പറയുന്നു, ജൂനിയർ സൂപ്രണ്ട് ഉണ്ട്. അതുപോലെ ഹെഡ് ക്ലർക്ക്, ക്ലാസ് 4 സ്റ്റാഫ്, പിന്നെ സപ്പോർട്ടിംഗ് സ്റ്റാഫ് ഒക്കെ വർക്ക് ചെയ്യുന്നു. അതുപോലെ ഹോസ്റ്റൽ സൂപ്രണ്ട് ഉണ്ടാവും, സ്റ്റോർ കീപ്പർ സ്റ്റോർ കീപ്പർ ഉണ്ടാവും. അതേമാതിരി എന്തെങ്കിലും അപകടം പറ്റുകയാണെങ്കിൽ ഒരു മെഡിക്കൽ ഓഫീസർ ഉണ്ടാവും. അതേമാതിരി ഡ്രസ്സറൊക്കെ സാധാരണഗതിയിൽ ITIയിൽ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ITI ആയിട്ട് ബന്ധപ്പെട്ട്, ഓർഗനൈസേഷനായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. എല്ലാവർക്കും താങ്ക്സ്.